രാജ്യം കണ്ട കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിൽ ഞെട്ടിപ്പിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. അതീവ സുരക്ഷയുള്ള സെല്ലിൽ നിന്ന് ഗോവിന്ദച്ചാമി പുറത്തു കടക്കുന്നത് നിഷ്പ്രയാസമാണെന്ന് ദൃശ്യങ്ങൾ കാട്ടിത്തരുന്നു. താഴ്ഭാഗത്തെ കമ്പി മുറിച്ച് സെല്ലിൽ നിന്ന് ഇഴഞ്ഞിറങ്ങുന്ന ദൃശ്യങ്ങളിൽ 3 തവണ തിരിച്ചു വന്ന് സാധനങ്ങൾ എടുക്കുന്നതും കാണാം. ജയിൽ വളപ്പിലെ സർക്കുലർ റോഡിലൂടെ ഗോവിന്ദച്ചാമി സഞ്ചരിക്കുന്ന ദൃശ്യവും ന്യൂസ് 18 ലഭിച്ചു. ജയിലിൽ ഗുരുതര സുരക്ഷാ വീഴ്ച ഉണ്ടായതിൻ്റെ ശക്തമായ തെളിവ് കൂടിയാണ് ഈ ദൃശ്യങ്ങൾ. ജയിൽ ചാട്ടത്തിന് ബാഹ്യശക്തിയുടെ പിന്തുണ ലഭിച്ചുവെന്ന ആരോപണം ശക്തമാകുമ്പോഴാണ് നിർണായക ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. സമയം പുലർച്ചെ 1:14. സ്ഥലം കണ്ണൂർ സെൻട്രൽ ജയിലിലെ 10-ാം നമ്പർ ബ്ലോക്ക്. സെല്ലിന്റെ അഴികൾ മുറിച്ചു മാറ്റി ഇടനാഴിയിലേക്ക് ഇഴഞ്ഞിറങ്ങുന്ന ഗോവിന്ദച്ചാമി. കഴിഞ്ഞ വെള്ളിയാഴ്ച മണിക്കൂറുകളോളം കേരള പോലീസിനെ മുൾമുനയിൽ നിർത്തിയ ജയിൽ വകുപ്പിനാകെ നാണക്കേടുണ്ടാക്കിയ ജയിൽ ചാട്ടത്തിന്റെ ദൃശ്യങ്ങളാണിത്. മൂന്ന് തവണ തിരിച്ചു വന്ന് സാധനങ്ങൾ എടുക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ജയിൽ വളപ്പിൽ നിന്ന് ഗോവിന്ദച്ചാമി പുറത്തു ചാടുന്നതിന് മുമ്പുള്ള ദൃശ്യങ്ങളും പുറത്തു വന്നു. സെല്ലിന്റെ താഴ്ഭാഗത്തെ കമ്പികൾ മുറിച്ചുമാറ്റിയാണ് ഗോവിന്ദച്ചാമി പുറത്തേക്ക് കടക്കുന്നത്. പിന്നീട് 10-ാം ബ്ലോക്കിന്റെ മതിൽ ചാടിക്കടന്നു. തുടർന്ന് വലിയ മതിലായ പുറം മതിൽ ചാടിക്കടന്നു. മതിൽ ചാടിക്കടക്കുമ്പോഴേക്കും സമയം 4 മണി കഴിഞ്ഞിരുന്നു. ജയിലുദ്യോഗസ്ഥർക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചു എന്ന ആരോപണത്തെ സാധൂകരിക്കുന്നതാണ് പുറത്തു വന്നിരിക്കുന്ന ഈ ദൃശ്യങ്ങൾ. ഇയാളുടെ കയ്യിൽ ഒരു തുണിക്കെട്ടും കാണാം. സെല്ലിൽ നിന്ന് മുറിച്ചു മാറ്റിയ കമ്പികൾക്കിടയിലൂടെ ഇറങ്ങിയ ഗോവിന്ദച്ചാമി കമ്പികൾ പഴയപടി ചേർത്ത് വെക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്ന 10-ാം ബ്ലോക്കിൽ ഈ സമയങ്ങളിലൊന്നും തന്നെ ഒരു സുരക്ഷാ ജീവനക്കാരനെ പോലും കാണാനില്ല. നിരന്തരം പരിശോധന നടക്കുന്നിടമായിരുന്നെങ്കിൽ ഇത്രയും സമയം ഇയാൾക്ക് ഇവിടെ ചെലവഴിക്കാൻ കഴിയുമായിരുന്നില്ല. 1.5 മാസത്തെ ആസൂത്രണമാണ് ജയിൽ ചാട്ടത്തിന് പിന്നിലെന്നാണ് ഇയാളുടെ മൊഴി. എന്നാൽ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ടെന്ന് വ്യക്തം. ശരീരഭാരം കുറയ്ക്കലും വ്യായാമം ചെയ്യലും താടി വളർത്തലുമെല്ലാം ഇതിന്റെ ഭാഗമായുള്ളതായിരുന്നു. ദിവസങ്ങൾ കൊണ്ട് അറുത്ത കമ്പികൾ നൂല് കെട്ടി മറിച്ചതിന് ഗോവിന്ദച്ചാമി ജയിൽ ഉദ്യോഗസ്ഥർക്ക് നൽകിയ വിശദീകരണം പൂച്ച കയറാതിരിക്കാൻ അഴിയുടെ താഴ്ഭാഗം മറച്ചു എന്നാണ്. ഇത് വിശ്വസിക്കാൻ മാത്രം ബുദ്ധിശൂന്യനാണോ ജയിൽ ഉദ്യോഗസ്ഥർ എന്നതാണ് ഉയരുന്ന ചോദ്യം. രാത്രി 3 തവണ നടക്കേണ്ട പെട്രോളിംഗ് ജയിലിൽ ഉണ്ടായില്ല. CCTV നിരീക്ഷിക്കേണ്ട ഉദ്യോഗസ്ഥന്റെ അഭാവവും ഉണ്ടായി. ഗോവിന്ദച്ചാമി തുണികൾ ശേഖരിച്ചത് തിരിച്ചറിയാനായില്ല. ഇങ്ങനെ പിഴവുകൾ പലതാണ് സംഭവിച്ചത്. മുഖ്യമന്ത്രി നിയോഗിച്ച കമ്മീഷനും പോലീസും വകുപ്പ് തലത്തിൽ ഉദ്യോഗസ്ഥരും വ്യത്യസ്ത അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. അന്വേഷണങ്ങൾ മറുപടി പറയേണ്ടത് ഒട്ടനവധി സംശയങ്ങൾക്കാണ്. ജയിൽ ചാട്ടം സംബന്ധിച്ച് സഹതടവുകാരനായ 4 പേർക്ക് അറിയാമായിരുന്നുവെന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. എന്നാൽ പുറത്തു വന്ന ദൃശ്യങ്ങളിലൊന്നും സഹായികളായി ആരെയും കാണാനില്ല. തളാപ്പിൽ ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടത്തിന് സമീപത്തെ കിണറ്റിൽ നിന്ന് രാവിലെ 10:45ഓടെയാണ് ഗോവിന്ദച്ചാമി പിടിയിലാകുന്നത്. ആദ്യം ഒളിച്ചിരുന്ന കെട്ടിടം പോലീസ് വളഞ്ഞതോടെയാണ് ഇവിടെ നിന്ന് പുറത്തുചാടി അടുത്തുള്ള കിണറ്റിൽ ഒളിച്ചിരുന്നത്. ന്യൂസ് 18 കണ്ണൂർ.